ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുള്ള കപ്പപ്പുഴുക്ക് വളരെ ഡിഫറെൻ്റ് ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ നമ്മൾ വന്നിട്ടുള്ളത്. എല്ലാ തവണയും സാധാ രീതിയിൽ ഉണ്ടാക്കുന്ന ആളുകൾക്ക് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. നമ്മളിതിൽ കപ്പ കൂടാതെ ചേമ്പും ചേമ്പും മധുരക്കിഴങ്ങ് പിന്നെ ഒരു ചമ്മന്തിയൊക്കെ ചേർത്തിട്ടാണ് കേട്ടോ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കുന്നത്. ചെമ്മീൻ ചേർത്ത് വരുന്ന ഒരു കപ്പപ്പുഴുക്കാണിത്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അപ്പോൾ ആദ്യം തന്നെ ഒരു 1/2 കിലോ കപ്പയാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു 3-4 ചേമ്പും അതുപോലെ ഒരു 3 പീസ് ചേമ്പും ഒരു 4 പീസ് മധുരക്കിഴങ്ങുമാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ ആദ്യം നമുക്കിതൊന്ന് പുഴുങ്ങിയെടുക്കാം. ചെറിയൊരു മധുരത്തോടു കൂടി കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. പ്രത്യേകിച്ച് കപ്പയുടെ കൂടെ ചെമ്മീനൊക്കെ വരുമ്പോൾ ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ്. അപ്പോൾ ഇത് പുഴുങ്ങാനായിട്ട് നമ്മൾ കുറച്ച് വെള്ളം, ഒരുപാട് വെള്ളം കൂടണമെന്നില്ല, ആവശ്യത്തിന് വെള്ളം, ആവശ്യത്തിന് ഉപ്പും ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് നമുക്കിതൊരു 3-4 വിസിൽ വരുന്ന രീതിയിൽ നമുക്കൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഈ മിക്സ് അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് നേരം ഒന്ന് തുറന്നു കൂടി വേവിച്ചു കൊടുക്കാം, കാരണം അതിലുള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റിപ്പോവാനും ഇത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ അതിന് ശേഷം ഇനി നമുക്കിതൊരു വിസ്ക് വെച്ചിട്ട് ഒന്ന് ഉടച്ചെടുക്കാം. ഭയങ്കര പേസ്റ്റ് ആയിരുന്ന രീതിയിൽ ഉടച്ചെടുക്കരുത്, ചെറിയ രീതിയിൽ കടിക്കാൻ കിട്ടുന്നത് പോലെ നമുക്കൊരു വിസ്ക് വെച്ചിട്ട് ഇതൊന്ന് ഉടച്ചെടുക്കാം കേട്ടോ. ഇപ്പോൾ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കാം. നമ്മളിവിടെ 1/4 കിലോ ചെമ്മീനാണ് ഇട്ടെടുത്തിട്ടുള്ളത്. ചെമ്മീൻ ഇട്ട് കൊടുത്താൽ ഒരുപാട് നേരം വേവിക്കണ്ട, ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ച് ഒരു 3-4 മിനിറ്റ് വേവിച്ചാൽ തന്നെ കറക്റ്റ് വേവിൽ ചെമ്മീനായി കിട്ടും. ചെമ്മീൻ ഓവറായിട്ട് വേവാതിരിക്കാൻ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ഒരു റബ്ബർ പോലെ ആയിപ്പോവും ചെമ്മീൻ. അപ്പോൾ നമുക്കിതിലേക്കുള്ള ഒരു ചമ്മന്തി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മളതിലേക്ക് ഒരു 1/2 കപ്പ് തേങ്ങയും ഒരു 3-4 ചെറിയ ഉള്ളിയും അതുപോലെ ഒരു 2 പച്ചമുളകും 1/2 ടീസ്പൂണ് നമ്മളെ വലിയ ജീരകം പൊടിച്ചതും ചേർത്തിട്ടുള്ള ഒരു ചമ്മന്തിയാണ്. ഇത് ഇതിലേക്ക് അവസാനം ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നീട് ഒരു 2 മിനിറ്റ് എങ്ങാനും വേവിച്ചാൽ മതി. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ ചമ്മന്തിയാണ് ഇതിലേക്ക് കൂടുതൽ ടേസ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒരു 2-3 മിനിറ്റ് മാക്സിമം വേവിച്ചാൽ മതി. അപ്പോൾ തന്നെ നമ്മുടെ വെറൈറ്റി ആയിട്ടുള്ള ചെമ്മീൻ കപ്പപ്പുഴുക്ക് റെഡി ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ എല്ലാവരും എന്തായാലും വീട്ടിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഭയങ്കര ടേസ്റ്റാണ് ഇത്. വെറുതെ കഴിക്കാനും അതുപോലെ ചോറിൻ്റെ കൂടെ കഴിക്കാനും ഒക്കെ ടേസ്റ്റാണ്. കപ്പപ്പുഴുക്ക് നമുക്കൊന്ന് തൂമിച്ചെടുക്കുക. അതിനായിട്ട് പാന് ചൂടായി വരുമ്പോൾ നമുക്കിത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു 1/2 ടീസ്പൂണ് ജീരകവും അതുപോലെ ഒരു 2 വറ്റൽമുളകും കുറച്ച് കറിവേപ്പില കൂടി ചേർത്തിട്ട് ഒന്ന് തൂമിച്ചെടുത്തതിന് ശേഷം നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള കപ്പപ്പുഴുക്കിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. വളരെ ഈസി ആയിട്ട് കുറച്ച് മിനിറ്റുകൾ കൊണ്ട് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. എല്ലാവരും ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളെ റിവ്യൂസ് അറിയിക്കുക. അപ്പോൾ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ വീഡിയോസ് ഷെയർ ചെയ്യാനൊന്നും ആരും മറക്കരുത്. വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ തുടർന്ന് നമ്മൾ ഇതുപോലുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും.